Now let's see MTP number 3. Okay, so MTP directly we will go to the MCQ questions. So first ഇവിടെ പറഞ്ഞിരിക്കുന്നത് Himadri started bucket of goods and services in the month of April of the current financial year. Goods and services ഉണ്ട്. All right, in the state of Telangana. So let's go to the MCQ part directly. Over here, the first question: supply of package made by Himadri to Nadraj traders is a dash. It's a composite supply, mixed supply, composite supply, mixed supply. എന്നുള്ളതാണ് ചോദ്യം. And taxable at which rate? Section number 8. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. Composite supply and mixed supply. നമ്മൾ കണ്ടായിരുന്നു composite supply means what? The principal supplied rate ആയിരിക്കും എല്ലാത്തിനും അപ്ലൈ ചെയ്യുന്നത്. Mixed supply അങ്ങനെ ഒരു നാച്ചുറലി ബണ്ടിലല്ല. സോ ഹയസ്റ്റ് റേറ്റ് ഏതാണ് അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് ടാക്സബിലിറ്റി വരുന്നത്. സോ ഇവിടെ നട്രാജിനെ സെല്ല് ചെയ്തതിൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് നോക്കാം നട്രാജിനെ എങ്ങനെ സെല്ല് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇൻ ഏപ്രിൽ ഷീ സപ്ലൈഡ് 1000 packages of Nadraj traders consisting of a pen holder, pen, pencil box. Okay, ഇതെല്ലാം നാച്ചുറലി ബണ്ടിലാണോ? അല്ല, ഇതെല്ലാം ഇൻഡിവിജ്വലി സപ്ലൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും, എന്താ പറയുക, കമ്പൈൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. കമ്പൈൻഡ് എന്ന് പറയുമ്പോൾ നാച്ചുറലി ബണ്ടിലല്ല, സ്വന്തം ഇഷ്ടാനുസരണം ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് എന്ത് ചെയ്യാം, ബണ്ട് ചെയ്ത് കൊടുക്കാം. സോ ദിസ് വൺ കം അണ്ടർ കോമ്പോസിറ്റ് സപ്ലൈ, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം അണ്ടർ മിക്സ് സപ്ലൈ, സെക്ഷൻ 8, റൈറ്റ്? സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, ഹയസ്റ്റ് റേറ്റ് ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഹയസ്റ്റ് റേറ്റ് ഇവിടെ ഏതാ, 5 ആണോ 12 ആണോ 18 ആണോ? 18%. സോ ആൻസർ വിൽ ബി മിക്സ് സപ്ലൈ 18%. സോ ലെറ്റ് സി, ഇറ്റ് വിൽ ബി മിക്സ് സപ്ലൈ 18%. ആൻസർ വിൽ ബി 1B ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, ഇസ് ദാറ്റ് ഡൺ? Then move on to the next query. Out of the payment received by Himadri in the month of May, value of XM supply എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. XM supply നമ്മൾ നോക്കിയത് 2 subsection 47 NEN എന്നുള്ളതാണ് നമ്മൾ നോക്കിയത് അല്ലെ, nil rated exempt and what non taxable supply. അപ്പോൾ എത്ര വാല്യൂ ആണ് എക്സം സപ്ലൈ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് മന്ത് ഓഫ് മെയിൽ. സോ ഇവിടെ സപ്ലൈസ് കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ. ഇൻ ദ മന്ത് ഓഫ് മെയിൽ നമുക്ക് നോക്കാം. ഏൺ റുപ്പീസ് 1,60,000 by providing service of what business facilitator to YZ Bank in urban area. Urban ആണെങ്കിൽ it is what taxable. Okay, urban ആണെങ്കിൽ exemption ഇല്ല, taxable ആണ്. Okay, next let's see, providing renting of what residential dwelling. Yes, residential dwelling അല്ലേ, റെസിഡൻസിലേക്ക് പോകാന്നുള്ളത് നമ്മൾ എക്സംഷൻ ചാപ്റ്ററിൽ അല്ലേ. ഫോർ യൂസ് ഓഫ് വാട്ട് റെസിഡൻസ് അല്ല, ഫോർ യൂസ് ഓഫ് വാട്ട് ബുട്ടീക്ക് ആണ് അല്ലേ. ബുട്ടീക്ക് വാട്ട് കൊമേഴ്ഷ്യൽ ആയി. അപ്പോൾ സോ ലെറ്റ് സീ ദ എക്സംഷൻ ആൻഡ് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് അതിൻ്റെ ഏരിയ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലൈക്ക് ഓവർ ഹിയർ ഇൻ ദി എക്സംഷൻസ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് എടുത്ത് കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്, റെസിഡൻഷ്യൽ ഡ്വെല്ലിങ്ങിൽ എന്താ എക്സംഷൻ പറഞ്ഞിരിക്കുന്നത്, സർവീസ് ബൈ വേ ഓഫ് റെൻറ്റിംഗ് ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ഫോർ വാട്ട്, ഫോർ യൂസ് ഓഫ് റെസിഡൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്, ശരിയല്ലേ? ഫോർ യൂസ് ഓഫ് റെസിഡൻസ്. ഇവിടെ എന്താ, ഫോർ യൂസ് ഓഫ് ബുട്ടീക്ക് ആണ്. സോ എക്സംഷൻ കിട്ടില്ല. ഇസ് ദാറ്റ് ക്ലിയർ? And next thing, so this will exemption and the exempt alla, because it's not for what, it is not for residential purpose alla. Service by way of renting of residential dwelling for use as residence ana. Okay, here it's residential dwelling the name, but it's not used for residence alla, boutique ana. Next one, let's see, receive 70,000 for supply of manpower, cleanliness of road, public architect service, etc. not involving what supply of goods to ആരാണ്, മുനിസിപ്പാലിറ്റി കൊടുത്തിരിക്കുക. സോ പ്യുവർ ലേബർ ആണ്. സോ ദിസ് ഇസ് വാട്ട് എക്സംപ്റ്റ് ആയിരിക്കും. പ്യുവർ ലേബർ ആണെങ്കിൽ ഇറ്റ് ഈസ് വാട്ട് എക്സംപ്റ്റ്. ഇസ് ദാറ്റ് ക്ലിയർ? സോ എന്തായിരിക്കും എക്സംപ്റ്റ് വാല്യൂ ഉള്ളത്, 70,000 മാത്രമാണ് അപ്പോൾ എക്സംപ്റ്റ് വാല്യൂ ഉള്ളത്. സോ ലെറ്റ് സി, ഔട്ട് ഓഫ് ദ പേയ്മെന്റ് റിസീവ്ഡ് ബൈ ഹിമാദ്രി for the month of May, value of exempt supply shall be 2B. That is what 70,000. Is that clear? So ആൻസർ ഇസ് വാട്ട്. ഇങ്ങനെ നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഞങ്ങളുടെ സമയത്തൊക്കെ ആക്ച്വലി ഞങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുമായിരുന്നു. എന്നിട്ട് ഫാക്കൽറ്റിൻ്റെ അടുത്ത് എന്ത് ചെയ്യുമായിരുന്നു, ഡൗട്ട് ചോദിക്കുമായിരുന്നു. സോ ഇതിന് പെയിൻ ഇൻവോൾവ് ആണ്. സോ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കപ്പാസിറ്റി ആവും എന്ത് ചെയ്യാനായിട്ട്, ചെയ്ത് സോൾവ് ചെയ്യാനായിട്ട്. ഇതേപോലത്തെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ എക്സാമിനേഷന് ചോദിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഹൗ വി ക്യാൻ ഇംപ്രൂവ് അവർ കോൺഫിഡൻസ്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള പേപ്പേഴ്സിന് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, the compute the value of supply under section 15 of the CGST Act made by Himadri for the month of June ആണ് നോക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. So let's see, ജൂൺ മാസം എന്താ സംഭവിച്ചിരിക്കുന്നത്. Over here, Himadri supplied actual products in the month of June. Let's see, base price of a product before TCS, income tax എത്രയാണ്, 45,000. TCS collected എത്രയായിട്ട്, 2,500. She received subsidy കിട്ടിയിട്ടുണ്ട്
55,000 from where Habitat Foundation Limited for usage of green energy, and subsidy was linked to units of what green energy and not for the aforesaid product. Okay, so പിന്നെ ഇവിടെ ഉള്ളത് ഇൻവേർട്ട് സപ്ലൈസിനെ കുറിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ് സി ഓവർ ഹിയർ ദ ബേസിക് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് എത്രയായിരുന്നു? ഇറ്റ് വാസ് 45,000. പിന്നെ എന്ത് കിട്ടിയിട്ടുണ്ട്? സബ്സിഡിയും കൂടി ലഭിച്ചിട്ടുണ്ട്. സോ വിൽ സി ഓവർ ഹിയർ ടി സി എസിൻ്റെ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി വാട്ട് 45,000 ആണ്. 3A is the answer in this case. 3A is the answer for the value of supply. Is that clear? So moving further, and it is not directly linked to the aforesaid product. Directly linked to the price ആണെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? ആഡ് ബാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ this point is what very very important. Okay, so next point is for compute the amount of input tax credit that can be claimed. അപ്പോൾ eligible input tax credit എത്രയാണെന്നുള്ളതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ഏരിയാസ് നമുക്ക് നോക്കാം. പർച്ചേസസ് ബസ്സസ് വാങ്ങിച്ചു. എത്രയാണ് സീറ്റിംഗ് കപ്പാസിറ്റി? ഗ്രേറ്റർ ദാൻ 13 സീറ്റിംഗ് കപ്പാസിറ്റി ആണെങ്കിൽ ITC നമുക്ക് കിട്ടും. ശരിയല്ലേ? ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് യുവർ എംപ്ലോയീസ് ഫ്രം ദർ റെസിഡൻസ് ബാക്ക് ടു ഓഫീസ് ആൻഡ് ബാക്ക് ടു ദ റെസിഡൻസ്. ഡിപ്രിസിയേഷൻ ഈസ് ക്ലെയിംഡ് ഓൺ വാട്ട്? GST കമ്പോണൻറ്റിലും ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ITC എന്ത് ചെയ്യില്ല? കിട്ടില്ല. ബിക്കോസ് ക്ലെയിം ഡിപ്രിസിയേഷൻ അല്ലേ നമ്മൾ ഏതിൽ കണ്ടിട്ടുണ്ട്? 16 സബ്സെക്ഷൻ 3ൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കണ്ടിട്ടുണ്ട് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്? ITC കിട്ടില്ല എന്നുള്ളതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലെയിംഡ് ഡിപ്രിസിയേഷൻ ഓൺ GST then no ITC. Is that clear? Claimed depreciation on GST then no ITC. Okay, സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിപ്രിസിയേഷൻ ഈസ് ക്ലെയിംഡ് ഓൺ GST. സോ ഓൾറെഡി ഡിപ്രിസിയേഷൻ ടാക്സിൽ ബെനിഫിറ്റ് എടുത്തു ഡിപ്രിസിയേഷൻ്റെ. ഇനി ടാക്സിൻ്റെ ബെനിഫിറ്റും കൂടി കിട്ടില്ല എന്നുള്ളതാണ്. പർച്ചേസ് ടാക്സ് ഫോർ GST കമ്പോണ്ട് 1,50,000 ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ട്? ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ വേറെ ക്രൈറ്റീരിയസ് ഒന്നും ITC കിട്ടും. നോ ഡിപ്രിസിയേഷൻ വാസ് ക്ലെയിംഡ് ഓൺ വാട്ട്? GST കമ്പോണൻറ്റ്. ഓക്കെ, അവൈൽഡ് ഔട്ട്ഡോർ കേറ്ററിംഗ്. സോ ഇതിന് കിട്ടില്ല, ഇതിന് കിട്ടും. Availed outdoor catering services for a marketing event organized by outdoor ITC കിട്ടണമെങ്കിൽ outward supply should also be what? Outdoor ആയിരിക്കണം അല്ലേ? So let's see over here what's the answer. You can see over here 1,50,000 ഉണ്ട്. 4C എന്നുള്ളൊരു ആൻസർ ഉണ്ട്. Let's see over here 4C. Okay, is that clear? 1,50,000 4C. So moving further to the fifth query. In respect of what services are availed by Himadri in the April, which of the following is correct statement? എന്താ correct statement എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ പറയുക, നമുക്ക് നോക്കാം എന്താ ചോദ്യം എന്നുള്ളത്. Godown construction service availed from her brother-in-law free of cost is considered as what? Deemed supply എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ brother-in-law റിലേറ്റീവ് ആണോ എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. Professional service availed from her son. Okay, son relative ആണ്, free of cost is considered as what? Deemed supply. Neither of the two services availed by her are deemed supply. രണ്ടും deemed supply അല്ലെന്നാണ് പറയുന്നത്. Both are deemed supply. So here the answer will be 5B ആയിരിക്കും answer. Okay, so 5B, professional service availed from her son free of cost is considered as what? Deemed supply. So next let's see out of the payment received by Himadri in the month of May. അതായത് എന്താ പറയുക, ലൈക്ക് റെസിഡൻഷ്യൽ ഡെവലിങ്ങിന് കൊടുത്തു അല്ലേ, പിന്നെ ബിസിനസ് ഫെസിലിറ്റി ആയിട്ട് സർവീസ് കൊടുത്തു അല്ലേ, പിന്നെ എന്താ പറയുക പ്യുവർ ലേബർ ആയിട്ട് സർവീസ് കൊടുത്തു മുനിസിപ്പാലിറ്റിക്ക്. സോ ഔട്ട് ഓഫ് ദ പേയ്മെൻറ്റ് റിസീവ്ഡ് ദ വാല്യൂ ഓഫ് സപ്ലൈ ഓൺ വിച്ച് ടാക്സ് ഷാൽ ബി പേയബിൾ ബൈ ദ റെസിപ്പിയൻ അണ്ടർ റിവേഴ്സ് ചാർജ് എത്രയാണെന്നുള്ളതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. സോ ഓവർ ഹിയർ റിവേഴ്സ് ചാർജിൻ്റെ ആക്ടിവിറ്റി ഏതിനകത്താണ് വന്നിരിക്കുന്നത്? ലെറ്റ്സ് സി ഓവർ ഹിയർ. സോ ഹിയർ ഇത്ര ആൻസേഴ്സ് ഉള്ളത്. RCMൻ്റെ ലയബിലിറ്റി ഓവർ ഹിയർ വി ക്യാൻ സി ഓവർ ഹിയർ ഇത്രയും കാര്യങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ബിസിനസ് ഫെസിലിറ്റേറ്റർ ടു എ ബാങ്ക്. ഓക്കെ, അത് ടാക്സബിൾ ആണെന്ന് കണ്ടു. ഫോർവേഡ് ചാർജ് ആണോ RCM ആണോ നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ നെക്സ്റ്റ് ഇസ് വാട്ട്? ബുട്ടീക്കിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ റെസിപ്പിയൻ്റ് ഇസ് അൺരജിസ്റ്റേർഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇസ് വാട്ട്? അത് എക്സെംപ്റ്റഡും ആണ്. സോ നമ്മൾ ബിസിനസ് ഫെസിലിറ്റേറ്റർ എന്ത് ചെയ്യാണ്? ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഏബിൾ ടു സി ഓവർ ഹിയർ. ഓക്കെ, ചാർജിൻ്റെ ചാപ്റ്ററിൽ 2 more services are included RCM, business facilitator. Okay, to a banking company. ഇവിടെ ബാങ്കിങ് കമ്പനിക്കാണോ കൊടുത്തിരിക്കുന്ന സർവീസസ്? യെസ്. why is it എന്നുള്ള ബാങ്കിങ് കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. സോ ഹൂ ഷുഡ് പേ അണ്ടർ RCM? why is it should pay under RCM
for this 1,60,000 rupees in the RCM കൊടുക്കേണ്ടി ഇരിക്കുന്നു. So what will be the answer? 6D will be the answer. That is 1,60,000. 6D is the answer. Okay, is that clear? So let's next moving to question number 7. Suvidha Enterprises issued invoices pertaining to 2 independent outward supplies which were in one of the രണ്ട് invoices issued എന്നാണ് പറയുന്നത്. Okay, Suvidha Enterprises issued 2 independent outward supplies wherein one invoice the value of supply was understated. അതായത് കുറച്ചു നമ്മൾ സെക്ഷൻ 34 dirt, the credit note is full of what? Dirt and it can be issued debit note. Okay, section 34 dirt paper la nammal dirt ഒക്കെ ഇട്ടിട്ട് കാണിച്ചില്ലേ. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അണ്ടർസ്റ്റേറ്റഡ് എന്നാണ് പറയുന്നത്. ഡെബിറ്റ് അപ്പോൾ കുറഞ്ഞിരിക്കുകയല്ലേ, ഡെബിറ്റിനെ അപ്പോൾ കൂട്ടാൻ എന്ത് ചെയ്യണം? വീണ്ടും ഡെബിറ്റ് ചെയ്യണം. വീണ്ടും ഡെബിറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, ആൻഡ് ഇൻ അനദർ ഇൻവോയ്സ് എന്ത് സംഭവിച്ചു? ഓവർ സ്റ്റേറ്റ് ചെയ്തിരിക്കുകയാണ്, കൂടിയിരിക്കുകയാണ്. കൂടിയിരിക്കുന്നതിന് എന്ത് ചെയ്യണം? കുറക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണം. സോ ദി ആൻസർ ഇസ് വാട്ട്? 75,000 അത് അണ്ടർസ്റ്റേറ്റ് ചെയ്തിരിക്കുകയല്ലേ, 75,000 കൂട്ടാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണം. ഇത് ഓവർ സ്റ്റേറ്റ് ചെയ്തിരിക്കുകയല്ലേ, സോ 45,000 കുറക്കാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണം. സോ ആൻസർ വിൽ ബി ഡെബിറ്റ് നോട്ട് ടു ബി ഇഷ്യൂഡ് ഫോർ 75,000. ഓക്കെ, credit note to be issued for what? 45,000. Okay, so answer will be 1 and 4. 1 and 4 will be the answer. That is 7C ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. Okay, is that clear? 7C. Okay, done. Clear. Okay, 7C is the answer. Moving further, so നിങ്ങളിത് വായിച്ചുകൊണ്ടേ ഇരിക്കണം, ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കണം. ടാക്സ് മാത്രമല്ല എല്ലാത്തിലും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റിഫൈൻഡ് ആവുള്ളൂ. ഓക്കെ. സോ Ria and Company, a partnership firm, is engaged in the retail trade since first April മുതൽ retail trade ഉണ്ട്. The firm became liable to registration from 1st October മുതൽ liable registration. However, it applied. So എന്നാ liable ആയത്? 1st October അല്ലെങ്കിൽ നമ്മൾ നോക്കിയതാ whether applied within 30 days. Okay, it applied for registration on when? 10th October. 10th October അല്ലേ, so within 30 days apply ചെയ്തോ? Within 30 days applied? Yes, applied അല്ലേ. എന്നാ apply ചെയ്തത്? 10th October apply ചെയ്തു. Okay, is that clear? And the grant certificate എന്നാ ഗ്രാൻഡ് ചെയ്തത്? 5th November എന്നാണ് എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ? ഡിറ്റർമൈൻ ദി എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അത് ലയബിൾ ആയതാണോ, അതോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതാണോ, അതോ ആക്ച്വലി അലോട്ട് ചെയ്തതാണോ? വിത്തിൻ 30 days ആണെങ്കിൽ ഇതാണ് രജിസ്ട്രേഷൻ അലോട്ട് ചെയ്ത ഡേറ്റ് എങ്കിലും ദി എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ വിൽ ബി 1st October മുതലായിരിക്കും. ആഫ്റ്റർ 30 days ആണെങ്കിൽ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രോബ്ലംസിൽ കണ്ടായിരുന്നു. ഓക്കെ, സോ 1st October, സോ വിൽ ബി 8B ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. 1st October. ഇസ് ദാറ്റ് ക്ലിയർ? 1st October. ഓക്കെ, ഡൺ. സോ വി ആർ ഡൺ വിത്ത് ദി MCQ ആൻഡ് നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻസിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഔട്ട്പുട്ട് ടാക്സ്, ഇൻവേർട്ട് സപ്ലൈസ്, ITC ഞാൻ പറഞ്ഞില്ലേ, ഔട്ട്വേർഡ് ആദ്യം തന്നെ അനലൈസ് ചെയ്യണം, or/W വെച്ചിട്ട്, ITC ആദ്യം തന്നെ അനലൈസ് ചെയ്യണം, ഇൻവേർട്ട് സപ്ലൈസ് ITC വെച്ചിട്ട്. ഇസ് ദാറ്റ് ക്ലിയർ? So let's see next question, descriptive ആയിട്ടുള്ളതിൻ്റെ. So over here എന്താ പറയുക, ABC company, a chartered accountancy firm, has its office in Bengaluru. ബംഗളൂരിൽ ഓഫീസ് ഉണ്ട്. It is registered under the GST in the state of കർണാടകയിലാണ്. In the month of April, it supplied statutory audit service to Dhruv manufacturers where Karnataka itself for 1,20,000. So കർണാടകയിലാണ് ഫസ്റ്റ് ഇത്. സോ ഫസ്റ്റ് ഇത് എന്താ? ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ഇൻട്രാ. ഓക്കെ, ഫസ്റ്റ് ഇസ് വാട്ട്? ഇൻട്രാ സ്റ്റേറ്റ്. CGST plus Karnataka SGST varum. Further, it charged 1,60,000 for the ITR services provided to the recipients located within Karnataka itself in the said month. So this one is also what? Intra. So CGST plus SGST varum. Is that clear? So you'll have like particulars, notes, value, amount, CGST, SGST, IGST. Three columns ആണ് ഉണ്ടാവാൻ പോകുന്നത്. It also received 1,80,000 for internal audit services, outward supplies ആണ്. So നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഫുള്ള് എന്താ പറയുന്നത്? ഇത് ഫുള്ള് ഔട്ട്വേർഡ് സപ്ലൈസ്, ഔട്ട്പുട്ട് ടാക്സിൻ്റെ കാര്യങ്ങളാണ് ഈ ടേബിളിൽ ഫുള്ള് പറയുന്നത്. സോ സർവീസസ് രജിസ്റ്റേർഡ് മുംബൈ ആണ്. സോ ദിസ് വൺ ഇസ് ഇൻറ്റർ ആണ്. ഇൻറ്റർ. സോ IGST വരും. ഓക്കെ, IGST വിൽ കം. ഇസ് ദാറ്റ് ക്ലിയർ? സോ നമ്മുടെ ഔട്ട്വേർഡ് ഓൾമോസ്റ്റ് ക്രാക്ക് ആയെന്ന് പറയാം. നെക്സ്റ്റ് പാരഗ്രാഫ് ഔട്ട്വേർഡ് ആണോ ഇൻവേർഡ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. It has also provided following information regarding the expenses incurred. So നമ്മളിപ്പോൾ ITCയിലേക്ക് വന്നു. Is that clear? ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. ഔട്ട്പുട്ടായി, ഇൻപുട്ടായി, ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ടാക്സ് പേബിൾ കിട്ടും. ITCയിൽ തന്നെ ബ്ലോക്ക് ക്രെഡിറ്റ്സ് ഉണ്ടാവും, അതെടുക്കാൻ പാടില്ല. യു ഷുഡ് പ്രൊവൈഡ് നോട്ട്സ് ഫോർ ദാറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ എക്സംഷൻ ഔട്ട്വേർഡ് സപ്ലൈസിൽ പിന്നെ എക്സംപ്റ്റഡ് കാറ്റഗറിയും ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട്.
സോ ഇപ്രാവശ്യം നമ്മൾ PWC എന്നുള്ളൊരു RTPയിലൊരു എക്സംപ്റ്റഡ് സർവീസസ് കണ്ടായിരുന്നു അല്ലേ. സോ അത് പ്രത്യേകം വെയിറ്റിംഗ് റൂമിൻ്റെ സർവീസസ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ്, അതൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. സോ മെമ്പർഷിപ്പ് ഫീസ് ക്ലബ് ലൊക്കേറ്റഡ്, ഓക്കെ, സീനിയർ പാർട്ട്ണർ മെമ്പർഷിപ്പ് ആണെങ്കിൽ എന്താ നമ്മൾ കണ്ടായിരുന്നു 17 സബ്സെക്ഷൻ 5 MD അല്ലേ, മെമ്പർഷിപ്പ്. ഓക്കെ, ഐ ഹോപ്പ് യു റിമെമ്പർ. ITCയുടെ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ മെമ്പർഷിപ്പ്, യു ക്യാൻ സി ഓവർ ഹിയർ membership, right? Membership, okay, membership in a club. ITC available, obligatory ആണെങ്കിൽ മാത്രമേ ITC available ഉള്ളൂ. Okay, so that's the point. 17 subsection 5 I had a girlfriend, LP school. Is that clear? So over here 2000, so ഇത് കിട്ടില്ല ITC. Okay, next one, rent paid to landlord who is registered in the state of Karnataka for office located in Karnataka. Okay, rent paid to the landlord ആണ്. Is that clear? So CGST അതിൻ്റെ GST കിട്ടിയിട്ടുണ്ട്. Not below, landlord did not upload the GSTR1 within the prescribed time, resulting in the GST amount not being കണ്ടോ. ലാൻഡ് കറക്റ്റായിട്ട് GSTR1 അപ്ഡേറ്റ് ചെയ്യാഞ്ഞത് കൊണ്ടിട്ട് ഏപ്രിൽ മാസത്തെ GSTR 2Bയിൽ റിഫ്ലക്റ്റ് ആയില്ല. 2Bയിൽ റിഫ്ലക്റ്റ് ആയില്ലെങ്കിൽ ITC കിട്ടുമോ? കിട്ടില്ല. ഓക്കെ, സോ ഓവർ ഹിയർ വി ക്യാൻ സി ഇത് എലിജിബിൾ ആണ്, പക്ഷേ സിൻസ് ഇറ്റ് ഡിഡ് നോട്ട് റിഫ്ലക്റ്റ് ഇൻ 2B ആ മാസം ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ഇങ്ങനെ നോട്ടൊക്കെ കൊടുക്കുമ്പോഴേക്കും പ്രത്യേകം എന്ത് ചെയ്യുക, വായിച്ച് നോക്കാൻ ശ്രദ്ധിക്കുക. Professional fees paid to Mr. Jamna Prasad, a practicing chartered accountant for professional service. TDS and they deduct ചെയ്തിട്ടുണ്ട്. This ITC is what available. Air condition purchase for office purpose, ITC available. Block credits ഒന്നും ഇല്ല. Okay, so നമുക്ക് now let's solve the answer. That's it. ഇത്രയേ തന്നിട്ടുള്ള ഇൻഫോർമേഷനിൽ. So 1,20,000 എന്തായി? 1,20,000 intrastate CGST plus SGST വന്നു. And one more is there, ഏതാ 1,60,000 ഇൻട്രയാണ് അല്ലേ. 1,60,000 ഇൻട്രയാണ്. 1,80,000 എന്താ ഇൻറ്റർ ആണ് അല്ലേ. സോ 1,60,000 എന്ത് വരും? 1,60,000 എന്ത് വരും? ഇൻട്ര വരും. CGST പ്ലസ് SGST 1,80,000 IGST. ഇസ് ദാറ്റ് ക്ലിയർ? സോ നമുക്ക് RCM ആയിട്ടൊന്നും തന്നെ ഇല്ല. ഇവിടെ ഔട്ട്പുട്ട് സപ്ലൈസിൽ ഔട്ട്പുട്ട് ടാക്സ് നമുക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ITC ആണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് നോക്കാം ITC. ഇവിടെ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ ടോട്ടൽ ITC ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ ടോട്ടൽ ITC കൊടുക്കുമ്പോഴേക്കും ഒരു നോട്ടായിട്ട് കൊടുത്തിട്ട് ITC വേണമെങ്കിൽ സെപ്പറേറ്റ് ടേബിളായിട്ട് എന്ത് ചെയ്യാം, കമ്പ്യൂട്ട് ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ITC അല്ലെങ്കിൽ അവിടെ തന്നെ കുറച്ച് കാണിക്കാവുന്നതാണ്. ഓക്കെ, നോ വറീസ് ഇൻ ദാറ്റ്. ഇവിടെ ഈ ഔട്ട്പുട്ട് കാണിച്ചതുപോലെ തന്നെ ITC എന്ന് പറഞ്ഞാൽ എല്ലാം കാണിക്കണം, ഒന്നും മിസ്സാക്കാൻ പാടില്ല. സേ മെമ്പർഷിപ്പിൻ്റെ ക്ലബ് കാണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, നോട്ട് കൊടുത്തിട്ട് അവിടെ നില്ലിടണം ITC. ഓക്കെ, സോ എന്താ പറയുക, റെൻറ്റ് GSTR1 അപ്ലോഡ് ചെയ്തില്ല, അത് ഇവിടെ കൊടുത്തിട്ട് 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അത് എൻട്രി ചെയ്യണം. എന്നിട്ട് നോട്ട് കൊടുക്കണം, ലവ് ലെറ്റർ എഴുതണം. എന്നിട്ട് ITCയിൽ നില്ലിടണം. ഓക്കെ, എയർ കണ്ടീഷൻ എൻട്രി ചെയ്തിട്ട് ITC കിട്ടും. അപ്പോൾ അവിടെ ടാക്സ് എൻട്രി ചെയ്യണം. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഓവർ ഹിയർ വി ക്യാൻ സി, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മെമ്പർഷിപ്പ് എന്ത് ചെയ്യില്ല, ITC കിട്ടില്ല. ഓഫീസ് റെൻറ്റ് പെയ്ഡ് അയാൾ GSTR1 ഫയൽ ചെയ്തില്ല, ഡേറ്റയുടെ ഫയൽ ചെയ്ത് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ GST ITC കിട്ടില്ല. പ്രൊഫഷണൽ ഫീസ് എന്താ ITC കിട്ടും. എയർ കണ്ടീഷനിൽ എന്താ ബ്ലോക്ക് ക്രെഡിറ്റ്സിലൊന്നും ITC കിട്ടും. ടോട്ടൽ ITC അവൈലബിൾ ഇസ് 21,000. അത് ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നെറ്റ് ടാക്സ് പേബിൾ നമുക്ക് കിട്ടി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് ക്രെഡിറ്റ്സിൻ്റെ ITCയിൽ ബ്ലോക്ക് ക്രെഡിറ്റ്സിൻ്റെ ആസ്പെക്റ്റും കൂടി വരും. പിന്നെ ഔട്ട്വേർഡ് സപ്ലൈസിൽ എന്ത് വരും, എക്സംഷൻ കാറ്റഗറിയും കൂടി വരും. കൂടാണ്ട് RCM കൂടി വരും. ഈ ഒരു 5 കോമ്പിനേഷൻസ് ആയിരിക്കും വരുന്നത്. ഔട്ട്വേർഡ് സപ്ലൈയിൽ എക്സംപ്റ്റഡ് കാറ്റഗറി, ഇൻവേർട്ട് സപ്ലൈസിൽ ബ്ലോക്ക് കാറ്റഗറി, എക്സംഷൻ, പിന്നെ റിവേഴ്സ് ചാർജും കൂടി വരും. ഇസ് ദാറ്റ് ക്ലിയർ? So moving on further to the next query, it's regarding the value of supply CA lipstick. Okay, so let's see CA lipstick. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? Let's see. Guru Enterprises of Delhi, registered person, made the taxable supply to Y of Delhi itself. Okay, so intrastate supply ആണ്. എത്ര രൂപയ്ക്കാണ് ചെയ്തിരിക്കുന്നത്? 10 lakhs. Excluding what? Excluding the taxes ഒന്നുമില്ല, ഡിസ്കൗണ്ട്സ് ഒന്നുമില്ല. It received a price linked subsidy of 1,10,000 from Jiva Enterprises. So state government ഒന്നുമല്ല, എന്താ പറയുക, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണ്. സോ അത് വാല്യൂ ഓഫ് സപ്ലൈൻ്റെ കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 10 lakhsൻ്റെ കൂടെ എത്രയും കൂടി ആഡ് ചെയ്യും? 10 lakhsൻ്റെ കൂടെ 1,10,000 കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, പിന്നെന്താ സംഭവിച്ചത്? ലെറ്റ്സ് സി. The price of 10 lakh is after consideration of what? Subsidy. അപ്പോൾ ഇത് കുറച്ചിട്ടുള്ളതെന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട, ആഫ്റ്റർ കൺസിഡറേഷൻ. സോ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം.
Further, after delivery of the goods to Y Limited, Guru Enterprise arranged a post-delivery inspection. And post-delivery, നമുക്ക് എപ്പോഴും അപ് ടു സപ്ലൈ ആണ് എന്ത് ചെയ്യേണ്ടത്, ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളത്. ഇത് സപ്ലൈ കഴിഞ്ഞിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട, 10,000 എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, സോ ആഡ് ബാക്ക് ചെയ്യേണ്ട വാല്യൂ ഓഫ് സപ്ലൈയിലേക്ക്, ബിക്കോസ് ഇറ്റ്സ് പോസ്റ്റ് ഡെലിവറി ഇൻസ്പെക്ഷൻ. In respect of the above supply, Guru Enterprises has procured some raw materials from the X Limited, for which it owed 25,000. Said amount was directly paid by Y Limited. So amount payable by the supplier but paid by the recipient എന്ത് ചെയ്യണം, അത് ആഡ് ബാക്ക് ചെയ്യണം എന്ന് നമ്മൾ കണ്ടു. ഏതിലാണ് കോഡ്, CA-യിലാണ് ഉള്ളത്. CA, amount payable by the supplier but paid by the recipient. 25,000 should be what, added back. The said amount was directly paid and not include, 10 ലക്ഷത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The payment of consideration for the above supply was delayed. And an interest amount of what, 20,000 in lump sum എന്നിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. So this 20,000 is what, 20,000 is including GST. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡിങ് GST ആണ്. അപ്പോൾ GST പാർട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റിയിട്ട് എടുക്കണം. സോ അതിനെന്ത് ചെയ്യണം, 20,000 ഡിവൈഡഡ് ബൈ എത്രയാണ് GST റേറ്റ് ഉള്ളത് സപ്ലൈയുടെ, 12 അല്ലേ. സോ ഡിവൈഡ് ബൈ 112 ഇൻറ്റു 100 എടുക്കണം. ഇസ് ദാറ്റ് ക്ലിയർ? സോ അതും കൂടി വന്നു കഴിയുമ്പോഴായിരിക്കും എന്താ പറയുക, ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ നമുക്ക് കിട്ടുന്നത്. സോ 10 lakhs, 1,10,000, 25,000, പിന്നെ ഇൻട്രസ്റ്റിൻ്റെത്. സോ യു ക്യാൻ സി ഹിയർ 10 lakhs, 1,10,000, 25,000 ആ ഇൻട്രസ്റ്റിൻ്റെത്. ഇസ് ദാറ്റ് ക്ലിയർ? ആൻഡ് യു വിൽ ഗെറ്റ് ദ ടാക്സബിൾ വാല്യൂ, GST അതിൽ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. യു ക്യാൻ സി ഓവർ ഹിയർ 20,000 ഡിവൈഡഡ് ബൈ 112 ഇൻറ്റു 100. വാല്യൂ ഓഫ് സപ്ലൈൻ്റെ GST റേറ്റ് എത്രയാണ്, അത് തന്നെയായിരിക്കും ഇൻട്രസ്റ്റിന് അപ്ലൈ ചെയ്യുന്നത്. 18% ഒന്നുമല്ല, എത്രയാണ് സപ്ലൈയുടെ റേറ്റ് അതായിരിക്കും എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ 12% ഇവിടെ അതാണ് എടുക്കേണ്ടത്. So I hope it is clear. CA lipstick. Moving on to the next query, Champak Limited avails what legal services from a firm of advocates. So RCM കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യണം, ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് റിലേറ്റഡ് ടു എക്സംഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്ക് ഇവിടെ നോക്കാം ഓരോന്നേ. പ്രൊവൈഡഡ് ദ ഫോളോയിങ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണ്. സോ നമുക്ക് ഇതിലേക്കാണ് പോകേണ്ടത്. ആക്ച്വലി നമ്മുടെ സ്കൂൾ ഉണ്ടല്ലോ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫീസ് സ്കൂൾ അല്ലേ, അഡ്മിഷൻ സ്കൂൾ, സെക്യൂരിറ്റി സർവീസ് അപ് ടു HSS ഇസ് എക്സംപ്റ്റഡ്, കേറ്ററിംഗ് സർവീസസ് അല്ലേ, ക്ലീനിങ് സർവീസസ്, H എന്തായിരുന്നു, ഹൗസ് കീപ്പിംഗ് ആയിരുന്നു, O എന്തായിരുന്നു, ഒംനിബസ് അപ് ടു HSS, എന്താ പറയുക, O എന്തായിരുന്നു, ഓൺലൈൻ ജേർണൽസ് അപ് ടു HSS ടാക്സബിൾ ആണ്, എബവ് HSS എക്സംപ്റ്റഡ് ആണ് അല്ലേ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ലഞ്ച് കേറ്ററിംഗ് അല്ലേ, അപ് ടു HSS എക്സംപ്റ്റഡ് ആയിരുന്നു. ഇസ് ദാറ്റ് ക്ലിയർ? സോ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. സർവീസസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടു ഫാക്കൽറ്റീസ് കോളേജ് ആണല്ലേ. സോ എന്താ പറയുക, ട്രാൻസ്പോർട്ടേഷൻ സർവീസ് omnibus അപ് ടു HSS വരെയാണ് എക്സംപ്റ്റഡ്. സോ ദിസ് വിൽ ബിക്കം വോട്ട് ടാക്സബിൾ ആവും. ഓക്കെ, ഓൺലൈൻ മന്ത്ലി ജേർണൽ എന്താ പറയുക, ലോ കോളേജ് ആണ്. സോ എബവ് HSS ആണ്, ഇറ്റ് ഈസ് വോട്ട് എക്സംപ്റ്റ് ആവും. So housekeeping services coaching institute ആണ്, up to HSS വരെയാണ് exempted. So this will become out taxable. Security services up to HSS ആണ് അല്ലേ, this will become out exempt. Services provided by breakfast lunch to students of what medical college ആണ്, up to HSS വരെയുള്ള exempted. So this will become out taxable. So മൂന്ന് കാര്യങ്ങൾ എന്താവും, taxable ആവും. So you can see over here മൂന്ന് കാര്യങ്ങൾ എന്താ പറയുക, taxable ആയിരിക്കുന്നത്. 2,50,000 നേരത്തെ റെക്കോർഡ് ചെയ്തിട്ട് അത് സേവ് ആയില്ല. സോ അതുകൊണ്ട് ഇവിടെ കുറച്ച് ടിക്സ് ഉള്ളത്. 2,50,000, 50,000 and what, 5,80,000. So the taxable value will be 8,80,000 ആവും taxable value. 2,50,000 plus 50,000, 3 lakhs ആവും. 3 lakhs plus 5 lakhs, it will be 8,80,000. Is that clear? 8,80,000. Okay. So moving on to the next query, that is 2B. 2B like we can break it. Over here we can see Champak Limited in the legal services obtained from a firm of advocates, and the firm of advocates issued invoice issued 17th February. However, Champak Limited was not happy with the service provided by the firm, was not handled professionally, and the company can do case nashtamai, company losing the case. Company delayed the payment of the firm. അതുകൊണ്ട് delay the payment on 3rd November ചെയ്തത്. സോ 12 പോകുന്നത് 13 subsection 3 പോകുന്നത്. 12 subsection 3 ആണെങ്കിൽ നമ്മൾക്കറിയാം അല്ലേ, താങ്ക്സ് ഫോർ റീഡിങ് ദ ഫുൾ ഫോം, RCM അല്ലേ, RIP ആണെന്നറിയാം. 13 subsection 3 വരുമ്പോൾ നമ്മൾ കണ്ടിട്ട് R ഇല്ല, IP മാത്രമേ ഉള്ളൂ. സോ ഇൻവോയ്സ് ഡേറ്റ് വിൽ ബി വാട്ട്, 61st ഡേറ്റ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ആണുള്ളത്, ആൻഡ് ദ പേയ്മെൻറ്റ് ഡേറ്റ്. സോ കമ്പാരിസൺ ഏതൊക്കെയായിരിക്കും ഉള്ളത്, 3rd November, that is the payment date, or 61st day from the date of issue of invoice. 17th February അല്ലേ,
ഫെബ്രുവരിയിൽ എത്ര ദിവസമുണ്ട്? 28 ഡേയ്സ് അല്ലേ ഉള്ളത്. സോ 18, 19, 20 11 ഡേയ്സ് ഉണ്ട്. പിന്നെ മാർച്ചിൽ എത്ര ദിവസമുണ്ട്? 31 ഡേയ്സ് ഉണ്ട്. സോ ടോട്ടൽ ഇറ്റ് വിൽ ബി 42 ഡേയ്സ് ആണ്. 61 ഡേയ്സ് അല്ലേ വേണ്ടത്. ബാക്കി എത്ര ദിവസവും കൂടി വേണം അപ്പോൾ? സോ ബാക്കി നമ്മൾക്ക് 19 ഡേയ്സും കൂടി വേണ്ടത്. സോ മാർച്ച് കഴിഞ്ഞു, മാർച്ച് 31 വരെ കഴിഞ്ഞു. ഇറ്റ് വിൽ ബി 19th ഏപ്രിൽ വരെയാണ് 61st ഡേ ആവുന്നത്. സോ 19th ഏപ്രിൽ ഓർ 3rd November, whichever is earlier. അല്ലേ, whichever is earlier will be ഏതായിരിക്കും? 19th April will be the answer. Is that clear? Time of supply. Okay, so 61st day എടുക്കാനായിട്ട് മിസ്സാവരുത്. 61st day എടുക്കാൻ മിസ്സായി കഴിഞ്ഞാൽ your answer will what? Go wrong. So 19th April is the answer. So moving on to query number 3A. Mr. Jackmonk is a registered dealer in Kerala paying tax under what composition levy from 1st April മുതൽ composition levy opt ചെയ്തിരിക്കുന്നത്. However, he opts to pay tax under regular scheme from when 1st December മുതൽ റെഗുലർ സ്കീം ആക്കി. ഈസ് ഈ ലയബിൾ ടു ഫയൽ GSTR 4 ആകുമ്പോൾ കോമ്പസിഷൻ ഡീലേഴ്സ് ചെയ്യേണ്ടതാണ്. GSTR 1 എന്തായാലും ഡിസംബർ മുതൽ ചെയ്തു പോകണം. GSTR 4 പകുതിക്ക് വെച്ചിട്ട് നിർത്തിയതുകൊണ്ട് GSTR 4 ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യമുള്ളത്. സോ ഓവർ ഹിയർ വി ക്യാൻ സി ഫ്രം ഏപ്രിൽ ടു നവംബർ വരെ എന്താ കോമ്പസിഷൻ സ്കീമാണ് അല്ലേ. സോ GSTR 4 ആ പീരീഡിലേക്ക് എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. ആ വർഷം കഴിഞ്ഞിട്ട് എന്താ പറയുക, സേ 24-25 ആണെന്ന് വിചാരിക്കാം. 31st March 2025 കഴിയും. ആൻഡ് 30th April 2025 എന്ത് ചെയ്യണം? GSTR 4 എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. കൂടാണ്ട് എന്താ പറയുക, GSTR 1 December 1st മുതൽ മന്ത്ലി ചെയ്ത് പോവുകയും വേണം. സോ ദി ആൻസർ വിൽ ബി ലൈക്ക് യെസ്, സച്ച് റിട്ടേൺ is required to be furnished till 30th April of the following end of the financial year. Okay, during which such withdrawal what falls. Therefore, in the given case, is liable to file GSTR 4 for the said financial year during which he opted composition scheme by 30th April of the next financial year. Okay, moving on to the next query. Gagi, a registered person in Rajasthan, did not file GSTR 3B of June. ജൂണിൽ GSTR 3B എന്ത് ചെയ്തില്ല? ഫയൽ ചെയ്തില്ല. ഓക്കെ, ജൂണിൽ. സോ ബട്ട് ഷീ വാണ്ട്സ് ടു ഫയൽ 3B ഓഫ് വട്ട് ജൂലൈ. ജൂലൈയിൽ എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. എന്തായിരിക്കും ആൻസർ? ചെയ്യാൻ പറ്റുമോ? നോ, ചെയ്യാൻ പറ്റില്ല. ജൂണിൽ ചെയ്താൽ മാത്രമേ അടുത്ത മാസത്തെ സബ്സിക്വൻറ്റ് മന്ത്സിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. സോ യു ക്യാൻ സി ഓവർ ഹിയർ, എ രജിസ്റ്റർഡ് പേഴ്സൺ ഈസ് നോട്ട് അലൗഡ് ടു ഫർണിഷ് വാട്ട് റിട്ടേൺ ഫോർ എ ടാക്സ് പീരീഡ് if the return of what previous tax period has not been what filed. So in this case Gagi cannot file July if she has not filed GSTR 3B of June. Is that clear? So moving on to the next query, that is B. Can a chartered accountant become a GST practitioner? Yes, a chartered accountant can become a GST practitioner. Chartered accountant ആയതുകൊണ്ടിട്ട് GST practitioner ആവില്ല. Section 48 only nice people can become GST practitioner. അതിൻ്റെ പ്രൊസീജിയർ ഉണ്ട്, എക്സാമിനേഷൻ ഉണ്ട്. അത് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും GST പ്രാക്ടീഷണർ ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ പ്രാക്ടീസ് ആസ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഹാവിംഗ് GST രജിസ്ട്രേഷൻ ഡസ് നോട്ട് ഇംപ്ലൈ ദാറ്റ് സച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഈസ് എ GST പ്രാക്ടീഷണർ ആസ് വെൽ. സോ എന്ത് ചെയ്യണം? എൻറോൾമെൻറ്റ് പ്രൊസീജിയർ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഹിംസെൽഫ് ക്യാൻ ബി ആക്ട് ആസ് GSP. സെക്ഷൻ 48 നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടത് നോക്കിയത് ആയിരുന്നു. സെക്ഷൻ 48. ഓക്കെ, ഓൺലി നൈസ് പീപ്പിൾ ക്യാൻ ബിക്കം വാട്ട്? GST പ്രാക്ടീഷണേഴ്സ്. സോ ഓവർ ഹിയർ ഫോർ എയിൽ നോക്കിക്കഴിഞ്ഞാൽ വാട്ട് വുഡ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് പ്രൊവൈഡിങ് ഇവൻറ്റ് ഓർഗനൈസിങ് ആൻ ഇവൻറ്റ്, ഗ്രാൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഇവൻറ്റ് ABCDEFG 12 subsection 7 നിങ്ങൾ നോക്കിയാൽ മതി. ഗ്രാൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദ ഇവൻറ്റ്, രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എന്താണ്, അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എന്താണ് എന്നുള്ളത് നോക്കിയാൽ മതി. നെക്സ്റ്റ് വൺ, services provided by an entity registered under 12AB of the Income Tax Act are exempt from GST if such services are provided by charitable activities. Elaborate charitable activities. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക? ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടതാണ്. അവിടെ എക്സംഷൻ ചാപ്റ്ററിൽ കണ്ടതാണ്. ചാരിറ്റബിൾ ആക്ടിവിറ്റീസിൻ്റെ നോക്കാവുന്നതാണ്. ഓക്കെ, മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് എന്നുള്ളതിൽ എന്ത് ചെയ്യുന്നതാണ്? നോക്കാവുന്നതാണ്. ഇൻ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു സീ ദാറ്റ്. ലിസ്റ്റ് ഔട്ട് ദി ഡീറ്റെയിൽസ് വിച്ച് ക്യാൻ ബി ഫോർ ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി. ഏതിനകത്തുള്ളത്? QRMT സ്കീമിനകത്തുള്ളത് അല്ലേ? ക്വാർട്ടർലി റിട്ടേൺ, മന്ത്ലി പേയ്മെൻറ്റ്, IFF അല്ലേ? അപ്പോൾ അത് എന്തൊക്കെ ഡീറ്റെയിൽസാണ്? സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ളതും നമ്മളവിടെ നോക്കിയതാണ്. സോ QRMPയിൽ അത് നോക്കാവുന്നതാണ്. വാട്ട് ആർ ദ കൊമോഡിറ്റീസ് വിച്ച് ഹാവ് ബീൻ കെപ്റ്റ് ഔട്ട്സൈഡ് ദ പെർവ്യൂ ഓഫ് GST? അറിയാവുന്നതാണ് നിങ്ങൾക്ക്. ആൽക്കഹോൾ ഇല്ല, പിന്നെ പെട്രോൾ ആൻഡ് വാട്ട് ഇസ് അവർ കോഡ് വേർഡ്? പെട്രോൾ ആൻഡ് 9 subsection 2 പെട്രോൾ ആൻഡ് aviation turbine fuel, natural gas, diesel and petroleum crude. Okay,
അത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. പെട്രോളിയം ക്രൂഡ്. ഓക്കെ, പെട്രോളിയം ക്രൂഡ്. സോ MTP3 is over. സോ നിങ്ങളിതെല്ലാം ഇങ്ങനെ ചെയ്യാൻ നോക്കുക. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു എക്സാമിനേഷൻ സമയത്ത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് MTP3.